എബ്രായ ലേഖനം 2-ാം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിക്കുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? യേശുക്രിസ്തു മുഖാന്തരം ദൈവം നൽകിയ വിലയേറിയ ഒന്നാണല്ലോ രക്ഷ എന്ന് പറയുന്നത്. ലേഖനകർത്താവ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത്: തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ വെളിപ്പാട് ദൂതന്മാർ മുഖാന്തരം നൽകിയ വെളിപ്പാടിനേക്കാൾ ശ്രേഷ്ഠമാണ്. ദൈവം നൽകിയ ന്യായപ്രമാണത്തെ നിരസിച്ചാൽ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടില്ല. അവർ യേശുവിൻ്റെ സുവിശേഷത്തെ നിരസിച്ചാൽ ഒരു വിധത്തിലും രക്ഷപ്പെടില്ല. സുവിശേഷം എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും വെളിപ്പാടാണ്. അത് മനുഷ്യർക്ക് രക്ഷ നൽകുന്നു. അതുകൊണ്ട് സുവിശേഷം അതിനെ ഗൗരവമായി കാണുവാൻ കഴിയാത്തവർക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഇതിനാൽ അർത്ഥമില്ല. ദൈവം മുമ്പ് വെളിപ്പെടുത്തിയിരുന്ന ഏത് വെളിപ്പാടിനേക്കാളും ശ്രേഷ്ഠമായതിനെയാണ് ഇത്ര വലിയ രക്ഷ എന്ന് വിളിച്ചിരിക്കുന്നത്. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മാറാനാഥ.